നിങ്ങൾ അങ്ങനെ അവന്റെ ജീവനും അവളുടെ കൂടെ കൊണ്ടുപോകുന്ന വ്യാമോഹിക്കണ്ട. എന്റെ മകന് എത്ര ലക്ഷം മുടക്കിയും ഞാൻ രക്ഷപ്പെടുത്തും. നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? ഇങ്ങനെ കണ്ണിച്ചോരല്ലേ സംസാരിക്കരുത്. സംസാരിച്ച നീ എന്നെ എന്ത് ചെയ്യൂടാ? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച എല്ലാത്തിനും ഞാൻ ശരിയാക്കും. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ വീട് വേണ്ടുമ്പോളെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിങ്ങളെ മകനെ രക്ഷപ്പെടുത്തുമെന്ന്? നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടുത്തുമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ജയിലിൽ പോയി കിടക്കുന്നേ? ജയിലിൽ കിടക്കാൻ പോകുന്നത് നിങ്ങളാ. നിങ്ങളുടെ മകളുടെയും നിങ്ങളെയും പേരടി വെച്ചിട്ടാ ഞങ്ങളെ കൊച്ചു ആത്മഹത്യ ശ്രമിച്ചത്. ആ കുട്ടികളുടെ ആഗ്രഹത്തിന് നിങ്ങൾ എതിരെ നിന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് ഗതി വരുമായിരുന്നോ? ആരാ റെതിക? ഞാനാ. ശ്രീലക്ഷ്മിക്ക് പാതി ബോധേ വന്നിട്ടുള്ളൂ. ഋതിക എന്ന പേര് കുറെ നേരമായിട്ട് പറയുന്നു. ഒന്ന് അകത്തേക്ക് വരുമോ? രാജു, അങ്കിളിനെ രാധമ്മയും കൂട്ടി ഒന്ന് പുറത്തു നിന്ന്. എനിക്ക് ശ്രീയോട് കുറച്ചു നേരം തനിയെ സംസാരിക്കണം. ശ്രീയേച്ചി, ഇവിടെ നിൽക്ക്. എന്താ മേഡം കാര്യം? ഞാൻ പറയാം. ശ്രീലക്ഷ്മി ആരുടെ കൂടെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം, ആഗ്രഹിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? നമ്മള് 3 പേരും, ചേച്ചി പിന്നെ ജയൻ ചേട്ടനെയും വിളിച്ചറിയിക്കണം. വേറെ ആരും ഇതറിയാൻ പാടില്ല. ശ്രീലക്ഷ്മിയുടെയും ഹരീഷിന്റെയും വിവാഹം നാളെ നമ്മൾ നടത്തും, നടത്തിയിരിക്കും.
ഋതിക, എന്താ ഋതിക ഇത്? ഞാൻ എത്ര തവണ വിളിച്ചു. ശ്രീ എവിടെ? ഞാൻ ഋതികയോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന്. ഇപ്പൊ എന്തായി? ഇനി ഇവിടുന്ന് അമ്മയുടെ രമ്യയുടെ കണ്ണുവെട്ടിച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ശരിക്കും പെട്ടു. ഹരീഷ, ഒന്ന് സമാധാനപ്പെട്. പിന്നെ സമാധാനപ്പെടാൻ ഞാൻ എന്തോർത്ത് സമാധാനപ്പെടണം? അതുകൂടി പറയും. ഹരീഷേ, ഞാൻ പറയട്ടെ. ഹരീഷ് ഇങ്ങനെ ദേഷ്യപ്പെടാതെ പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താന്ന് വെച്ചാ പറയും. ഒരു പ്ലാനുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്ത് പ്ലാൻ? ഋതിക മേഡം, എന്താ ഇതൊക്കെ? രാജു, അമ്മേ, ഇവള് വെറുതെ വിടരുത്. നമ്മൾ തീരുമാനിച്ച വിവാഹം ഇവള് മുടക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോ ഇവള് ഇത്രയ്ക്ക് മുതിരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഋതികേ, ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. വർമ്മ സാറേ, നിങ്ങൾ മന്ത്രിയാണ്, ഈ നാട്ടിലെ പ്രമുഖനാണെന്ന് വെച്ചേ നിങ്ങളുടെ മകൾക്ക് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ ഇടപെടാൻ അവകാശമുണ്ടോ? പ്രേമിക്കുന്നവരുടെ വിവാഹം നടത്താൻ ഇവളാരാ? നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ആളാ ഞാൻ. ഇവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ ഞാൻ നിൽക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പറഞ്ഞത് കേട്ടില്ലേ? പോലീസിനെ വിളിക്കണേ. അമ്മ പോലീസിനെ വിളിച്ചോ. ആര് വന്നാലും എന്നെയും ശ്രീലക്ഷ്മിയും തമ്മിൽ അകറ്റാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല. ശ്രീലക്ഷ്മി എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. വർമ്മ സാറേ, ഞാനും ശ്രീയും പ്രായപൂർത്തിയായവരാ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരോ. എന്റെ ഇഷ്ടപ്രകാരം ഞാനാ ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. വർമ്മ സാർ പറയും, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ അവകാശമില്ലേ? എങ്ങനെയാടാ നീ വളർന്ന് വലിയ ആളായത്? നിന്റെ തടിയും മിടുക്കും എന്റെ കഷ്ടപ്പാടിന്റെയും ഞാൻ ചെലവാക്കിയ പണത്തിന്റെ ഫലം. 75 ലക്ഷം രൂപയും 100 പവനുമാ ഇവളുടെ കഴുത്തി നീ താലി കെട്ടിയപ്പോ എനിക്ക് നഷ്ടമായത്. രുക്മിണിക്ക് എല്ലാം കച്ചവടമാ. നഷ്ടമുള്ള കച്ചവടം രുക്മിണിക്ക് വേണ്ട. ഇവളുടെ കഴുത്തി നീ താലി കെട്ടിയതല്ലേ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അത് ഞാൻ തന്നെ പൊട്ടിച്ചു തരാം. നീ എന്റെ കൂടെ വരികയും ചെയ്യും. മക്കളെ വളർത്തി വലുതാക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാണ്. നിങ്ങൾ അക്കാര്യത്തിൽ നല്ലൊരു അമ്മയാണ്. പക്ഷേ ആ വളർത്തിയന്റെ കണക്ക് പറയുന്നത് അന്തസ്സിന് ചേരുന്ന കാര്യമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ 75 ലക്ഷത്തിന്റെയും സ്വർണത്തിന്റെയും കണക്ക്, അതിന്റെ പേര് സ്ത്രീധനം. അത് വാങ്ങുന്നതും വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതും നിയമവിരുദ്ധ. മകന്റെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ജീവിതകാലം മുഴുവനും ഉണ്ടാകേണ്ട
ഒരു നല്ല മനസ്സുള്ള പെൺകുട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ശ്രീലക്ഷ്മി അക്കാര്യത്തിൽ സാക്ഷാൽ ശ്രീലക്ഷ്മി തന്നെയാണ്. ഇവർ തമ്മിൽ നടന്ന വിവാഹം നിങ്ങൾക്ക് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ പ്രായപൂർത്തിയായ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. പോലീസിനെ വേണമെങ്കിൽ ഞാൻ വിളിക്കാം. പക്ഷേ അതിൽ പ്രതിയാവുന്നതേ അവരായിരിക്കില്ല, നിങ്ങളായിരിക്കും. സാറേ, വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളുടെ തീരുമാനത്തെ അവഗണിച്ച് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും ഞാൻ വാദിക്കുന്നില്ല. നന്നായി ജീവിക്കണം, നന്നായി ജീവിച്ച് കാണിക്കണം. വാടി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന എങ്ങനെയാ? രാജു, നീ എങ്കിലും എന്തെങ്കിലും പറയേ. ഞാൻ എന്ത് പറയാനാ? എന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ? രാജുവേട്ടാ, വേണമെങ്കിലേ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് എല്ലാവരെയും പ്രശ്നത്തിലാക്കി ഈ വിവാഹം നടത്തണമെന്ന് ഞാനും ശ്രീയും വിചാരിച്ചതല്ല. ഇന്നലെ രാത്രിയിൽ ശ്രീയോട് പോലും പറയാതെ ഈ നാട് വിട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചതാ. അതെ വേണമെങ്കിലേ, ഞാനാ ഹരീഷിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഞാൻ കാരണം നിശ്ചയിച്ചുറപ്പിച്ച ഇവരുടെ വിവാഹം മുടങ്ങിയത്. ഞാൻ കാരണം ഹരീഷിനും ശ്രീലക്ഷ്മിക്കും പിരിയേണ്ടി വരുമെന്ന് വന്നപ്പോ എന്റെ മുന്നില് ഇങ്ങനൊരു വഴിയെ തെളിഞ്ഞുള്ളൂ. നിങ്ങളോടൊക്കെ മറച്ചുവെച്ച് ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ശ്രീയ മാഡം. ഞങ്ങളുടെ 3 മക്കളുടെയും വിവാഹം നാട്ടു നടപ്പനുസരിച്ച് 4 ആളെ വിളിച്ചു വരുത്തി ശക്തിക്കൊത്തവണ്ണം നടത്തണമെന്നുണ്ടായിരുന്നു. പ്രിയയുടെ വിവാഹം ഞങ്ങൾക്ക് അങ്ങനെ നടത്താൻ പറ്റി. പക്ഷേ രാജുവിന്റെയും ശ്രീയുടെ കാര്യത്തില് അത് സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഞാൻ ഹൃദയമാരത്തെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. ഹരീഷിന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം മാഡത്തിന് അറിയാലോ. ആശുപത്രിയില് വർമ്മ സാർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാ ഹരീഷിന്റെ അമ്മ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നത്. എന്നാലും ഋതിക മേഡത്തിന് എന്നോടെങ്കിലും എല്ലാം തുറന്ന് പറയായിരുന്നു. രാജുനോട് മാത്രമല്ല, വേണുങ്കളിനോടും രാധമ്മയോടും ഒക്കെ തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ശ്രീയുടെയും ഹരീഷിന്റെയും വിവാഹം ഞാൻ നടത്താൻ പോകുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെന്നെ എതിർത്തേനേന്ന് ഓർത്തിട്ട് ഞാനെല്ലാം രഹസ്യം
അതിന് രുക്മിണി ആന്റിയും രമ്യയും ആരും തന്നെ ഒരു തടസ്സമാവരുത്. രുക്മിണി നമ്മൾ വിചാരിക്കണേക്കായും വാശിക്കാരിയാ, ഒറ്റ ബുദ്ധിക്കാരിയാ. ദേഷ്യം പിടിച്ച പിന്നെ എന്തൊക്കെ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ഹരീഷിന് അറിയാവുന്നതല്ലേ. രാജു, അച്ഛാ, നിങ്ങളെല്ലാരും സമാധാനപ്പെട. സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമുക്കേ വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യം ഹരീഷിന്റെ അമ്മയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടല്ല ഇവരുടെ വിവാഹം നടത്തിയതെന്ന് ഹരീഷിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ ഇനി ഇതിന്റെ പേരില് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഹരീഷിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞോളാം. അതൊന്നും വേണ്ട രാജുവേട്ട. രാജുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മ അതൊന്നും മനസ്സിലാക്കാനോ ക്ഷമിക്കാനോ പോകുന്നില്ല. ഇപ്പൊ അമ്മയോട് സംസാരിക്കേണ്ടത് ഞാനാ. ഹരീഷേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം താ രാജുവേട്ട. അങ്കിളെ, ആഗ്രഹങ്ങളൊക്കെ മറന്ന് തിരികെ പോകാൻ ഒരുങ്ങിയ എനിക്ക് ഒരു വഴി കാണിച്ചു തന്നത് ഋതികയാ. ശ്രീയെ ഞാൻ താലി കെട്ടിയ നിമിഷം മുതൽ അവളുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും എന്റെ ചുമതലയാ. എനിക്ക് എന്റെ അമ്മയെ പേടിക്കാതെ ഇനിയെങ്കിലും ജീവിക്കണം അങ്കിളെ. ഞാനും എന്റെ അച്ഛനും ഇതുവരെ അമ്മ പറഞ്ഞതിനൊന്നും എതിര് പറഞ്ഞിട്ടില്ല. പറയാൻ അമ്മ സമ്മതിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രായമായെന്നും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പ്രാപ്തനായെന്നും എനിക്ക് എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയണം. പറയുന്നത് പ്രവർത്തിച്ച് കാണിക്കാൻ വേണം. ഹരീഷേ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? രുക്മിണിയോട് ക്ഷമ പറഞ്ഞ് രുക്മിണിയുടെ ദേഷ്യം അടക്കുന്നതല്ലേ ഹരീഷ നല്ലത്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? സ്വന്തം മകനാണോ അതോ പണവും പ്രതാപവും ആണോ അമ്മയ്ക്ക് വലുതെന്ന് എനിക്കറിയണം. അതുപോലെ രമ്യയെ രാജുവേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അമ്മയ്ക്കെതിരൊന്നുമില്ലായിരുന്നു. വലിയ സ്ത്രീധന തുകയൊന്നും ചെലവാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാ രമ്യയുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അമ്മ എതിരെ നിൽക്കാതിരുന്നത്. എന്റെ കാര്യം വന്നപ്പോ അമ്മയ്ക്ക് വാശി. അതെവിടത്തെ ന്യായമാ? അമ്മ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിന്റെയൊക്കെ ഒരു പങ്ക് എനിക്കും കൂടി അവകാശപ്പെട്ടതാ. അതെനിക്ക് കിട്ടണം. അച്ഛന്റെ പേരിലുള്ള ഈ വീടും അതും എനിക്ക് അവകാശപ്പെട്ടതാ. ഹരീഷേ, ഇപ്പൊ ഇതൊക്കെ പോയി നിന്റെ അമ്മയോട് പറഞ്ഞ നിന്റെ അമ്മ എന്ത് വിചാരിക്കും? രാജോട്ടാ, എന്റെ അമ്മ ഇപ്പൊ തന്നെ എന്റെ പേരിൽ എന്തെങ്കിലും ഒരു പുകയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് അമ്മയെ ഒന്ന് ദിശ തെറ്റിച്ച് ചിന്തിപ്പിച്ചില്ലെങ്കിൽ അത് എനിക്കും ശ്രീക്കും പ്രശ്നമാണ്. ഞാനിപ്പോ വരാം. ഹരീഷേ, എടാ രാജു, നീ കൂടെ ചെല്ല്. എല്ലാം പോട്ടെ. എന്തേ കാണിക്കുന്നേ? രമ്യ മോളെ, മോള് വീട്ടിനകത്ത് കയറിപ്പോ. അമ്മാവ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ എങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അമ്മാവനിങ്ങനെ തുടങ്ങി എങ്ങനെയാ ശരിയാവുന്നേ? അവന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവന് സ്വാതന്ത്ര്യം ഇല്ലേ? നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പഴഞ്ചൻ രീതിയിൽ തന്നെ ചിന്തിക്കുന്നേ? ഓഹോ, അപ്പൊ നീയും അവന്റെ സൈഡാണോ? ആയിക്കോട്ടെ രമ്യ മോളെ, അമ്മാവൻ ഒന്നേ പറയാനുള്ളൂ. ഈ ലോകത്തിൽ സേതുവിന് ഏറ്റവും വലുത് എന്റെ അനുജത്തി രുക്മിണി തന്നെയാ. ഞങ്ങൾ തമ്മിൽ 1000 പ്രശ്നങ്ങൾ കാണും. പക്ഷേ ആരെങ്കിലും അവളുടെ മനസ്സ് വിഷമിപ്പിച്ചു എന്ന് അവൾ എന്നെ വിളിച്ച് പറഞ്ഞ
പിന്നെ മേലും കീഴും ഈ സേതു നോക്കില്ല. അതവളുടെ ഭർത്താവാണെങ്കിലും ശരി, മകനാണെങ്കിലും ശരി. ഒത്തി അറിയും ഞാൻ. ഹരീഷേ, എന്താ കാര്യം? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എനിക്ക് എന്റെ അമ്മയോടും അച്ഛനോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏയ്, ഇവിടെ ഇവിടെ നിന്നോണം. ഇതിനപ്പുറത്തേക്ക് നിനക്ക് മുന്നോട്ട് വരാൻ അനുവാദമില്ല. അമ്മാവനെ പേടിച്ച് ഒതുങ്ങിയിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സംസാരിക്കേണ്ടത് എന്റെ അമ്മയോടും അച്ഛനോടുമാണ്. അമ്മേ, അച്ഛാ, ഹരീഷേ, നീ ഇപ്പൊ പോ. ഞാൻ നിന്നോട് അഭിപ്രായം ചോദിച്ചോ?